കല കോളേജിൽ തേർഡ് ഇയർ പഠിക്കുകയായിരുന്നു. ഒരിക്കൽ അവൾ ഒരു പ്രത്യേക വിഷയത്തിന്റെ റിസർച്ചിന് വേണ്ടി പല വയസ്സുള്ള ആളുകളോട് അവരുടെ ജീവിതത്തെപ്പറ്റി അന്വേഷിച്ച് ആവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചു. പലരും തങ്ങളുടെ ജീവിതത്തിൽ നടന്ന വേദനകളും പരാജയങ്ങളുമായിരുന്നു കൂടുതലും പറഞ്ഞത്. ഈ സമയം തന്നെ മുത്തശ്ശിയോടും അവൾ ചോദ്യങ്ങൾ ചോദിച്ചു. മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു ആ മുത്തശ്ശി പറഞ്ഞത്. തന്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങൾ പറയുമ്പോഴും മുഖത്ത് പുഞ്ചിരി വിരിയുകയും സന്തോഷം മിന്നിമറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് 80 വയസ്സുണ്ടായിരുന്നെങ്കിലും അവരുടെ ജീവിതത്തിൽ വളരെ സംതൃപ്തിയും സന്തോഷവും അവർക്കുണ്ടായിരുന്നു. ആ റിസർച്ചിൽ കൂടി ജീവിതത്തിൽ തങ്ങളുടെ ദുഃഖകരമായ സമയങ്ങളെ ഓർത്തിരിക്കുന്നതിനേക്കാൾ സന്തോഷ നിമിഷങ്ങളെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചും അത് മറ്റുള്ളവരോട് പങ്കുവെച്ചും ജീവിക്കുന്നവർക്ക് ലോകത്തിൽ ജീവിത വിജയം കൈവരിക്കുവാൻ സാധിക്കൂ എന്ന് കല കണ്ടെത്തി. അതേ സുഹൃത്തെ, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും എപ്പോഴും നാം സന്തോഷത്തോടെ ജീവിക്കണം എന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. തങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്നവർ തങ്ങൾ അനുഭവിക്കേണ്ടുന്ന പല സന്തോഷങ്ങളെയും തിരിച്ചറിയാതെ പോകുന്നു. ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾക്ക് വേണ്ടി ദൈവത്തോട് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ജീവിക്കുന്നവർ എന്നും സന്തോഷത്തോടും തൃപ്തിയോടും കൂടി ജീവിക്കുന്നു. നാമും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന നല്ല അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നാൽ കാഠിന്യാവസ്ഥയും നമുക്ക് കഠിനമാകാതെ ഇതും കടന്നുപോകും എന്നുള്ള പ്രത്യാശയോടും ഉറപ്പോടും കൂടി ജീവിക്കുവാൻ സാധിക്കും. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നുവെന്ന് വചനവും നമ്മെ പഠിപ്പിക്കുന്നു.